കുസ്മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് നമ്മൾ മിനിഞ്ഞാന്ന് മേടിച്ച ഹവായ് സ്റ്റിക്കർ ഉണ്ടല്ലോ, കവായിയോ അയ്യേ എന്നാ പോട്ടെ, ഹവായ് അല്ല കവായ് സ്റ്റിക്കർ വെച്ചിട്ട് കാണ്ട അവളുമാര് പ്രോജക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും സ്കൂളിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രോജക്റ്റ് ഉണ്ട്, ചെയ്തു കൊടുക്കട്ടെ. അപ്പം ലക്ഷ്മിൻ്റെ ചെയ്തു ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രോജക്റ്റ് എന്തോ പ്രോജക്റ്റ് ആണ്ട. അപ്പം ലച്ചുവിൻ്റെ പ്രോജക്റ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തിട്ട് നീ സ്റ്റിക്കർ ആണ്ട നീ ഇല്ലേ പറഞ്ഞു? എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കണ്ട്. ഓരോന്ന് നോട്ട് കാണിക്കടേ, കഷ്ടപ്പാടേ. എല്ലാ സബ്ജക്റ്റിൻ്റെ ഉണ്ട്. എന്നാലും വൃത്തിയും എടുപ്പിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെടേ, ചെയ്ത് കഴിഞ്ഞില്ല? അയ്യോ, ഞാൻ ചെയ്ത് കഴിഞ്ഞെന്നും പറഞ്ഞാ പടമൊക്കെ ഒട്ടിക്കണ്ടേനില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എന്തേ ഇതല്ലേ ഇവിടെ ഒന്ന് കാണിക്കടേ. എന്നാലും കഷ്ടപ്പാടേ. ഇത് ഹിന്ദിയുടെ പ്രോജക്റ്റ്. ഒന്ന് തുറക്കടേ. എനിക്ക് എന്ത് മാത്തമാറ്റിക്സ് കഷ്ടപ്പാടേ. തുറന്ന് കാണിക്കടേ. മാത്സ്, ഹിന്ദി എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് തുടങ്ങിയതാട്ടോ. പഠിത്തം എല്ലാം മാറ്റി വെച്ചിട്ട് ഇത്രേ ഉള്ളോ? ഇനിയും ചെയ്യാനുണ്ടോ അന്നേരം നിനക്ക്? ഇനി ആഷ്മിക്ക് വേണ്ട. ആഷ്മി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പം നല്ല പെരുമഴ കേട്ടോ, നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൊച്ചുങ്ങളെല്ലാം നമ്മൾ അതുകൊണ്ട് കൂട്ടി കയറ്റി ഇട്ടേക്കട്ടോ. ഇതുവരെ പുറത്തുണ്ടായിരുന്നു, ഇപ്പോൾ അവർ അകത്തിട്ടേക്കോ. ഞാൻ മഴയുണ്ട്. ഓ എന്തുവാ നമ്മളെ ആഷ്മി ഒരു നല്ല വാതിൽ പാണ്. എന്തുവാ ആഷ്മി നല്ല വാതിൽ പാൻ റെഡിയാവുക. മഴയത്ത് എങ്ങനെയാ പോന്നേ? അപ്പൊ ഈ കവായ് സ്റ്റിക്കറിന്റെ ലച്ചു, നിനക്കിത് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയായിരുന്നോ? ഇത് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഇത് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ വരുത്തിയത് എന്തിനാന്ന് എനിക്കും അറിഞ്ഞുകൂടാ. മഴയുണ്ട്, കേൾക്കാമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ വന്നപ്പോൾ എന്തായാലും പ്രയോജനം ചെയ്തോട്ടോ. അവരുടെ പ്രോജക്റ്റ് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റി ഇതൊക്കെ ഒട്ടിച്ചിട്ട്. ഇനി ടീച്ചർമാർ ഇതെല്ലാം ഇളക്കിക്കൊണ്ട് വന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വിടുമെന്ന് അറിയത്തില്ല. കാരണം കൊച്ചു പിള്ളേരെ കൊട്ടാട്ട കിന്നരിയും കടുവയും കരടിയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവള് കണ്ടോ പ്രോജക്റ്റിനകത്ത് നഴ്സറി പിള്ളേർ ചെയ്യുന്നത് പോലെ. അശ്മി എന്ത് പറഞ്ഞേ? അശ്മി എന്ത് പറഞ്ഞേ? ചെയ്യണ്ടെന്ന് ആഷ്മിക്ക് വേണ്ടാന്ന്. പ്രോജക്റ്റ് അല്ല, അവക്ക് വേണ്ടിയിട്ടാ മേടിച്ച. ഇപ്പൊ അവക്ക് വേണ്ടാന്ന്. രാവിലത്തെ മേളം കഴിഞ്ഞിട്ടുള്ള കിടപ്പ കിടക്കുന്നത് കണ്ടോ. സംഭവം എന്തെന്നുണ്ടോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യവള്. ഞാൻ തേങ്ങ തിരുമ്പുന്നത് കണ്ടപ്പം അവിടുന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ റോക്കി മാറാ. ഞാന് തേങ്ങ തിരുമ്പ തേങ്ങ ചിരട്ടേന്ന് തിരിച്ചിട്ടെ കണ്ടേ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയതാ കേട്ടോ. ഒന്ന് കാണിച്ചേ. ഇങ്ങോട്ട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആള് ചാടി 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 പോവാ. ഞാൻ ഇനിയിപ്പോ ആർക്ക് വേണം? വിട് വേണ്ട. ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുന്നതിന്റെ ബാലൻസ് വന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയി. നോക്കി അവളെ ഹെൽപ്പ് ചെയ്യാവുന്നു. ഇങ്ങനെ ഞാനിരുന്ന് ഇങ്ങനെ കൈയിട്ട് തിരുമ്പി എന്റെ കൈവേദനയാ. അപ്പൊ ഇനി പിങ്കു സഹായിക്കാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയ സാധനം അതുണ്ട്. നോട്ടം രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാണ്ട് രാവിലത്തെ അലങ്കോലപ്പണികളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കൂട്ടത്തില് പിന്നെ 2 പേരും ഉണ്ടായിരുന്നു, 2 പേരെയും കൂട്ടിലാക്കി വെക്കുക. രാവിലത്തെ കലാപരിപാടികളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ട് അടുത്ത എന്ത് ഒപ്പിക്കാന്നുള്ള പരിപാടിയില്ല. അടുക്കളയിലോട്ട് വന്നപ്പോ ഞാൻ തേങ്ങ ചെരുവിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. തേങ്ങ ചെരുവിക്കൊണ്ടിരുന്ന അമ്മയെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പേടിച്ചിട്ട് പോയതാ. കണ്ടോ ഇനി അങ്ങോട്ട് തിന്നോണം മൊത്തം കേട്ടല്ല. എന്നിട്ട് ആ ചിരട്ട എനിക്ക് തീയരിക്കാൻ തരണം. ഇതിപ്പോ ചിരട്ട പോലും എനിക്ക് തരത്തില്ല. കാരണം ചിരട്ട വരെ കുഞ്ഞു 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 പീസാക്കി ഇവിടെ എല്ലാം ഇല്ല. ചിരട്ട പോലും എനിക്ക് തരത്തില്ല. ഇപ്പോഴത്തെ ഈ തേങ്ങാവലക്ക് സത്യം പറഞ്ഞു എന്ത് തന്നെ അവസ്ഥ. നമ്മൾ ഈ തിരുമ്പിന്റെ ബാക്കി നമ്മളിങ്ങനെ മണ്ടയ്ക്ക് വെക്കുമല്ലോ, ചാടി വന്ന് എടുത്തോണ്ട് പോകും.
അങ്ങേ അറ്റം കെട്ടിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എടുത്തോളൂ. മറ്റവർക്കൊക്കെ കൊടുത്താലേ എടുക്കത്തുള്ളൂ കേട്ടോ. തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോ കുറേശ്ശെ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കുട്ടിക്കാരൻ